കൽദയ പട്ടണമായ ഊരിൽ നിന്നും ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം അവന് 8 വാഗ്ദത്തങ്ങൾ നൽകുന്നുണ്ട്. അത് തൻ്റെ ആയുസ്സിലേക്ക് മാത്രമുള്ളതല്ലായിരുന്നു. പിന്നെയോ തലമുറയായിട്ട് നൂറ്റാണ്ടുകൾ വരെ നീണ്ടു നിൽക്കുന്ന നിത്യ നിയമത്തിൻ്റെ വാഗ്ദത്തങ്ങളായിരുന്നു അവയൊക്കെ. നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്നത് അബ്രഹാമിന്റെ തലമുറയിൽ നിവൃത്തീകരിക്കപ്പെട്ട ഒരു വാഗ്ദത്തമായിരുന്നു. എന്നാൽ നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന വാഗ്ദത്തം അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞതായി നാം കാണുന്നില്ല. അബ്രഹാം ആരെയും അനുഗ്രഹിച്ചതായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് വാഗ്ദത്ത നിവൃത്തി സംഭവിച്ചില്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയുമില്ല. അബ്രഹാമിന്റെ 3-ാം തലമുറക്കാരനായ യാക്കോബിനെ ദൈവം ആ പദ്ധതിക്കായി ഉപയോഗിച്ചു. യാക്കോബിനെ ദൈവം പ്രത്യേകമായി വിളിക്കുന്നില്ല. എന്നാൽ അബ്രഹാമിനെ ദൈവം കൽദയ പട്ടണമായ ഊരിൽ നിന്നും വിളിക്കുന്ന സമയത്ത് ദൈവം യാക്കോബിനെ കൂടെ വിളിച്ചിരുന്നു. തന്നിമിത്തം അബ്രഹാമിന്റെ തലമുറയിൽ തനിക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ 3-ാം തലമുറക്കാരനിൽ കൂടി ദൈവം ചെയ്തെടുത്തു. അബ്രഹാമിന്റെ ജീവിതം പൂർത്തീകരിക്കപ്പെടുന്നതും പൂർണ്ണതയുള്ളതുമാകുന്നതും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ജീവിതവും കൂടി ചേരുമ്പോഴാണ്. 3-ാം തലമുറക്കാരനായ യാക്കോബ് തന്റെ ജീവിതത്തിൽ താൻ കണ്ടുമുട്ടിയിട്ടുള്ളവരെ അനുഗ്രഹിച്ചതായി തിരുവചനം പറയുന്നു. ഒരു അന്യജാതിക്കാരനായ ഫറവോനെ യാക്കോബ് അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. 47-ാം അധ്യായം 10-ാം വാക്യം. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. 48-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. യാക്കോബ് യോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു. ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസഫ് അപ്പനോട് പറഞ്ഞു. അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. 49-ാം അധ്യായത്തിൽ രൂബേൻ തുടങ്ങി ബെന്യാമീൻ വരെയുള്ള തന്റെ പുത്രന്മാരെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. വാക്യം 28. അവൻ അവരിൽ ഓരോരുത്തന് അവനവന്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. യാക്കോബ് ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി മാത്രമല്ലായിരുന്നു, പിന്നെയോ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവനുമായിരുന്നു. നമ്മുടെ 1-ാം തലമുറക്കാരായ ആത്മീയ പിതാക്കന്മാരെ ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ അവരോടൊപ്പം 3-ാം തലമുറക്കാരായ നമ്മെയും ദൈവം കണ്ടിരുന്നു. നാം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുവാൻ മാത്രമല്ല, ഒരു അനുഗ്രഹമായിരിക്കുവാനും നമ്മെ കൊണ്ട് കഴിയണം. നമ്മുടെ പിതാക്കന്മാരോടുള്ള ദൈവവിളി പൂർത്തീകരിക്കപ്പെടുന്നത് നാം ഒരു അനുഗ്രഹമായി തീരുമ്പോൾ മാത്രമാണ്. The God's calling for our fathers will be fulfilled only when we become a blessing. Have a blessed day.